രാജ്ഭവനിൽ ആയുധങ്ങളുണ്ടെന്ന TMC ആരോപണത്തിൽ ബംഗാൾ രാജ്ഭവനിൽ പരിശോധന. ഗവർണർ ആനന്ദ് ബോസിന്റെ നിർദ്ദേശപ്രകാരമാണ് CRPFും ബംഗാൾ പോലീസും പരിശോധന നടത്തുന്നത്. TMC MP കല്യാൺ ബാനർജിയാണ് ആരോപണം ഉന്നയിച്ചത്. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് തെളിഞ്ഞാൽ കല്യാൺ ബാനർജി മാപ്പ് പറയണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു. PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, കല്യാൺ ബാനർജിയുടെ ഈ ആരോപണം ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ പരിശോധന എപ്പോൾ ആരംഭിച്ചതാണ്? അവസാനിച്ചോ? അമൃത, നാടകീയമായ രംഗങ്ങളാണ് ഇപ്പോൾ ബംഗാൾ രാജ്ഭവനിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് ബംഗാൾ രാജ്ഭവനിൽ BJP ഗുണ്ടകളെ സംരക്ഷിക്കുന്നുവെന്നും അതുപോലെ തന്നെ ആയുധങ്ങളടക്കം ഉണ്ടെന്നുള്ള ആരോപണം തൃണമൂൽ കോൺഗ്രസ് MP ആയ കല്യാൺ ബാനർജി ഉയർത്തിയത്. ഇതിനു പിന്നാലെയാണ് ബംഗാൾ ഗവർണറായ ആനന്ദ് ബോസ് തന്നെ നേരിട്ട് രംഗത്ത് വരികയും രാജ്ഭവനിൽ ഒരു പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനന്ദ് ബോസിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ CRPF അതുപോലെ തന്നെ ബംഗാൾ പോലീസ് എന്നിവർ ഇവിടെ പരിശോധന നടത്തുകയാണ്. ബോംബ് സ്ക്വാഡ് അടക്കം സ്ഥലത്തെ എത്തിയിട്ടുണ്ട്. അവിടെ ആയുധങ്ങളും അതുപോലെ തന്നെ BJPയുമായി ബന്ധപ്പെട്ട ആരെയും ഒളിപ്പിച്ചിട്ടില്ല എന്ന് തെളിയിക്കുവാൻ വേണ്ടിയാണ് പരിശോധനയെന്ന് ബംഗാൾ ഗവർണർ. ഇതുള്ള പോര് രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ഈ യുവ ഡോക്ടറിന്റെ അടക്കം ബലാത്സംഗവുമായി നടന്ന വിഷയത്തിൽ കൃത്യമായ പ്രതികരണങ്ങൾ ബംഗാൾ ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കാരണം സംസ്ഥാനത്തടക്കം ക്രമസമാധാന നില തകർന്നു എന്ന വിമർശനമായിരുന്നു ബംഗാൾ ഗവർണർ ഉയർത്തിയിരുന്നത്. പക്ഷേ ഗവർണർ സ്വീകരിക്കുന്നത് BJPയെ സംരക്ഷിക്കുന്ന നിലപാടാണ്. അല്ലെങ്കിൽ BJP നേതാക്കൾക്കെതിരായ ആരോപണങ്ങളിൽ യാതൊരുവിധ പ്രതികരണവും നടത്താത്ത ഗവർണർ തൃണമൂൽ കോൺഗ്രസിനെതിരെയും സർക്കാരിനെതിരെയും ആരോപണങ്ങൾ വരുമ്പോൾ മാത്രം പ്രതികരിക്കുന്നു എന്നതാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്ന വിമർശനം. എന്തായാലും കല്യാൺ ബാനർജിയാണ് ഇത്തരത്തിൽ BJP നേതാക്കളെ സംരക്ഷിക്കുന്നുവെന്നും ആയുധങ്ങളടക്കം രാജ്ഭവനിലുണ്ടെന്ന ആരോപണം ഉയർത്തിയത്. എന്തായാലും ഇതുവരെയുള്ള പരിശോധനയിൽ എന്തെങ്കിലും തരത്തിൽ ഈ ആരോപണത്തിൽ പറയുന്നത് പോലെയുള്ള ശരി ഓക്കെ അത് തന്നെയാണ് ഞാൻ ചോദിക്കാൻ വന്നത്. എന്തായാലും ഇതുവരെയുള്ള പരിശോധനയിൽ ഈ ആരോപണം ഉന്നയിക്കുന്നത് പോലെയുള്ള യാതൊരുവിധ ആയുധങ്ങളും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് PR അരവിന്ദ് റിപ്പോർട്ട് ചെയ്യുന്നത്.